യന്ത്രവൽക്കരണത്തിൽ കൂടി മാത്രമേ കൃഷി മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് എല്ലാ ജനങ്ങളിലും എത്തിക്കഴിഞ്ഞു. അപ്പോൾ കാർഷിക യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ട്രെയിനിങ്ങുകൾക്കുള്ള ഇമ്പോർട്ടൻസും കൂടി വരികയാണ്. എവിടെയെങ്കിലും ചെറിയ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടാൽ തന്നെ മുന്നോട്ട് വന്ന് ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതിനും അവരവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ പറമ്പിലേക്ക് ആവശ്യമായ ചെറിയ മെഷീനറികൾ വാങ്ങി ഉപയോഗിക്കുന്നതിനും വളരെയധികം താല്പര്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം നിൽക്കുന്നത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ RTTCയിലുള്ള ടെസ്റ്റിംഗ് ലാബിലാണ്. ഇവിടെ പ്രധാനമായി നമ്മൾ ചെയ്യുന്നത് കർഷകർക്ക് വേണ്ടിയുള്ള രണ്ട് തരം കമ്പനികൾക്ക് വേണ്ടി രണ്ട് തരം ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ഒന്ന് കൊമേഴ്സ്യൽ ടെസ്റ്റും രണ്ട് പെർഫോമൻസ് ടെസ്റ്റും. 50,000 രൂപ വരെ വിലയുള്ള നമ്മുടെ മാനുവൽ ഓപ്പറേറ്റഡായ ചെറിയ കാർഷിക യന്ത്രങ്ങളും അതിൽ 50,000 രൂപ വരെയുള്ള പവർ ഓപ്പറേറ്റഡായ മെഷീനുകൾ പെർഫോമൻസ് ടെസ്റ്റാണ് സാധാരണ നടത്തി കൊടുക്കാറുള്ളത്. നമ്മൾ 25ഓളം മെഷീനുകൾ നമ്മൾ ഓൾറെഡി നിലവിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ടൂൾസുകൾ, പവർ ഓപ്പറേറ്റഡ് വീൽ ബാരോ, ലാഡർ, അതുപോലെ തോട്ടി, ഫ്രൂട്ട് പ്ലക്കർ, അതുപോലെ അങ്ങനെയുള്ള വിവിധതരം സാധനങ്ങൾ, ചെയിൻസോ, ബ്രഷ് കട്ടർ, പാടി വീഡർ, വിവിധ മെഷീനുകൾ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ ടെസ്റ്റുകൾ ചെയ്തു വരുന്നു. പ്രോജക്റ്റുകളിൽ സബ്സിഡിയിൽ നമ്മൾ കാർഷിക ഉപകരണങ്ങൾ നൽകുന്നുണ്ട്. ഇതിൻ്റെ കൃത്യമായിട്ടൊരു ഗുണനിലവാരം നമ്മൾ നോക്കി ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. കാർഷിക യന്ത്രങ്ങളുടെ എല്ലാം തന്നെ സർട്ടിഫിക്കേഷൻ റീജിയണൽ ടെസ്റ്റിംഗ് സെൻറ്ററുകൾ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ലഭ്യമാണ്. എന്നാൽ സ്റ്റേറ്റ് വൈസ് നമുക്ക് പ്രാദേശികമായി ഡെവലപ്പ് ചെയ്ത് വരുന്ന മെഷീനറികളുടെ ടെസ്റ്റിംഗ് നടത്തുന്നതിന് അതാത് സ്റ്റേറ്റിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ടെസ്റ്റിങ്ങിന് വേണ്ടി നമുക്ക് വിവിധ കമ്പനികളും നിർമ്മാതാക്കളും നമ്മളെ സമീപിക്കുന്നുണ്ട്. അതുപോലെ കർഷകരും സമീപിക്കുന്നുണ്ട്. അരക്കിനട്ട് ക്ലൈംബർ, പെപ്പർ പ്ലക്കർ, ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ വേണ്ട സജഷൻസും നിർദ്ദേശങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞ് മോഡിഫൈ ചെയ്യാനുള്ള മോഡിഫൈ ചെയ്ത് അവർ മാർക്കറ്റിൽ ലഭ്യമാകുന്നുണ്ട്. കേരളത്തിൽ ഉപയോഗിച്ച് വരുന്ന കാർഷിക യന്ത്രങ്ങൾ കൃത്യമായ ഗുണനിലവാരം ഉറപ്പാക്കി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്ദേശമാണ്. ഇറിഗേഷൻ പമ്പുകളിലാകട്ടെ, ചെറുകിട യന്ത്രങ്ങളുടെ മോഡിഫിക്കേഷൻ ആകട്ടെ, ഇങ്ങനെ വിവിധ തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നടത്തി വരുന്നുണ്ട്. ഇങ്ങനെ നടത്തി വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനികൾ ഗവൺമെൻറ്റിലേക്ക് സമീപിക്കാറുണ്ട്, വിവിധതരം പ്രപ്പോസൽ കൊടുക്കാറുണ്ട്. ഇത്തരം പ്രപ്പോസലുകളെല്ലാം തന്നെ നമ്മുടെ സെൻറ്ററുകളിലേക്കാണ് അതിൻ്റെ പരിശോധന നടത്തുകയും സ്ഥലപരിശോധന നടത്തുകയും പ്രോഡക്റ്റ് പരിശോധന നടത്തുകയും അതിന് വേണ്ട റിപ്പോർട്ടുകൾ കൊടുക്കുകയും ചെയ്യുന്നതിന് നമ്മുടെ സെൻറ്ററുകൾ ഈ RTT സെൻറ്റർ വെള്ളായണിയിലേക്കാണ് ആവശ്യപ്പെടാറുള്ളത്. ഇന്ന് മാർക്കറ്റിൽ വിവിധതരം പമ്പുകൾ ലഭ്യമാണ്. അതിൽ ഗുണനിലവാരം ഉള്ളതും ഇല്ലാത്തതുമുണ്ട്. അന്നേരം ഗുണനിലവാരം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് ചെയ്ത ശേഷം ഈ സ്മാം സ്കീമിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ലഭ്യമാകുന്നു. കർഷകർക്ക് സബ്സിഡി ലഭിക്കുന്നതിന് വേണ്ടി ഇത് മാനുഫാക്ചേഴ്സാണ് ഈ പമ്പ് നമ്മുടെ സ്ഥാപനത്തിൽ ഹാജരാക്കി അപേക്ഷ സമർപ്പിച്ച് ഫീസ് അടച്ച് അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് പെർഫോമൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് മാത്രമേ നമ്മൾ സ്മാം സ്കീമിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അതിനുശേഷം മാത്രമേ കർഷകർക്ക് സബ്സിഡി കിട്ടൂ. കാരണം കർഷകർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ വില കൂടിയ പമ്പുകളും വില കുറഞ്ഞ പമ്പുകളും കിട്ടും. പക്ഷേ ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കർഷകനെ പറ്റില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ഉറപ്പ് വരുത്തുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ഉണക്കുന്നതിനുള്ള ഒരു ഡ്രയറാണ്, അഗ്രികൾച്ചർ ഡ്രയറാണ്. വിവിധ കമ്പനികൾ ഇത് നിർമ്മിക്കുന്നുണ്ട്. ഇത് ഇലക്ട്രിക്കലുള്ളൊരു മോഡലാണ്. ഇത് 3 ട്രേ ഉള്ള ഒരു മോഡലാണ്. ഒക്കെ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസുകളുണ്ടെങ്കിൽ നമുക്ക് കർഷകർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ കഴിയാൻ സപ്പോർട്ടുകൾ കൊടുക്കാനും ഈ സ്ഥാപനത്തിൻ്റെതായ മാക്സിമം സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രാദേശികമായി ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കർഷകർ ഡെവലപ്പ് ചെയ്യുന്ന മെഷീനറികൾ നമ്മൾ അതാത് സ്ഥലത്ത് പോയിട്ട് അവർക്ക് നമ്മൾ മറ്റ് മെഷീനറികൾ കാണുന്നതും ഇമ്പോർട്ട് ചെയ്ത മെഷീനറികൾ കാണുന്നതുമായുള്ള അതിലൊക്കെ കാണുന്ന ഗുണവിശേഷങ്ങൾ നമ്മൾ അവരെ പറഞ്ഞു കൊടുത്ത് ഈ മാനുഫാക്ചേഴ്സിനെ കൊണ്ട് അത്തരം മോഡിഫിക്കേഷൻസും കൂടെ ഈ മെഷീനറികൾ ഉൾപ്പെടുത്തി വീണ്ടും നമ്മളിതിനെ റീടെസ്റ്റ് നടത്തി പുതിയ റിപ്പോർട്ടാക്കി നല്ല പ്രോഡക്റ്റായിട്ട് കർഷകരിലേക്ക് എത്തിക്കുന്നതിന് ഈ സെൻറ്റർ സഹായിക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ കാർഷിക മേഖലകളിൽ ഇന്ന് തൊഴിലാളികളെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് നമ്മൾ കൂടുതലായിട്ട് നെൽകൃഷി രംഗത്തും വ്യാപിക്കുന്നുണ്ട്. കാരണം
നെൽകൃഷി രംഗത്ത് കൂടുതൽ അധ്വാനം വേണം എന്നതാണ് മനുഷ്യൻ്റെ ചിന്ത. എന്നാൽ റൈസ് ട്രാൻസ്പ്ലാന്റർ ഞാറുനടിയിൽ യന്ത്രം ഇത് ഉപയോഗിച്ച് നമുക്ക് വളരെയധികം എളുപ്പത്തിലും എന്നിട്ട് വളരെയധികം അധ്വാനം കുറച്ചും സാമ്പത്തിക ലാഭത്തിലും കൂടുതൽ വിളവിലും നമുക്ക് എന്ത് ചെയ്യാം, നെൽകൃഷി നമുക്ക് അന്യം നിന്ന് പോയ നമ്മുടെ നെൽകൃഷി തിരികെ കൊണ്ടുവരാൻ പറ്റും. ഞാറുനടിയിൽ യന്ത്രം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ വിളവ് കിട്ടുന്നുണ്ട്, സാമ്പത്തിക ലാഭം, സമയലാഭം ഇവ നമുക്ക് കൂടുതൽ നേടാൻ കഴിയും. കർഷകൻ്റെ വീട്ടുമുറ്റത്ത് ഞാറ്റടി തയ്യാറാക്കി വളർത്തിയ ഈ നഴ്സറികൾ നമുക്ക് ഈ ട്രേക്കകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ത്രൂ ആയിട്ട് ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ച് തന്നെ നമുക്കിവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. 6 പേര് നടന്ന് ഒരാൾ ഒറ്റയ്ക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഞാറ്റടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. നെല്ല് നടുന്നത് ഇന്ന് പരിചയപ്പെട്ടു. അടിപൊളിയാണ്, സൂപ്പർ. കാരണം പണ്ടൊക്കെ നെല്ല് കൈകൊണ്ട് നടുന്നതേ കണ്ടിട്ടുള്ളൂ, അത് മെഷീനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് അറിയാനുണ്ട് ഇനി. അതുകൊണ്ട് അവരെല്ലാവരും ഇവിടെ വന്ന് ഈ 3 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കണം നിങ്ങളെല്ലാവരും, എങ്കിലും മനസ്സിലാവത്തുള്ളൂ ഇതിൻ്റെ ഗുണം എന്താണെന്ന്. ദേശി എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, മാനേജ്മെൻറ്റ് കോഴ്സാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു ദിവസം ട്രെയിനിങ്ങിന് ഞങ്ങളിവിടെ വരാൻ സാഹചര്യമുണ്ട്. അന്ന് ഞങ്ങൾ 40 പേരൊരു ടീം വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഇത് മൊത്തം മെഷീനറീസ് നമുക്ക് കവർ ചെയ്ത് പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു ട്രെയിനിങ് വേണമെന്നുള്ളത്. അങ്ങനെ ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അവർ ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഇതിപ്പോൾ ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ്. ഈ 3 ദിവസം കൊണ്ട് അന്ന് കവർ ചെയ്യാൻ പറ്റാത്ത എല്ലാ മെഷീനറീസും, അതായത് ഞാറുനടിയിൽ മുതൽ തെങ്ങ് കയറുന്നത് മുതൽ ട്രാക്ടർ മുതൽ ടിൽറ്റർ മുതൽ എല്ലാ സാധനങ്ങളും, ബ്രഷ് കട്ടർ ഉൾപ്പെടെ എല്ലാം ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യത്തക്ക രീതിയിൽ സാർമാരെല്ലാവരും വളരെ സഹകരണത്തോട് ചെയ്തു തന്നിട്ടുണ്ട്. തെങ്ങിൽ കയറാൻ പഠിച്ചു, പിന്നെ മരം കട്ട് ചെയ്യാൻ പഠിച്ചു. നമ്മളെ കൊണ്ട് തന്നെ സാധിക്കും, ആരെയും നമുക്ക് സഹായം വേണ്ട. ഇപ്പം ആണുങ്ങൾക്ക് അത് പറ്റൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇല്ല, പെൺകുട്ടികൾക്ക് പറ്റും. പെൺകുട്ടികൾ ഇതിലോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേര് മടിച്ചിരിപ്പുണ്ട്, അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഒരു സെൻറ്റ് ആണെങ്കിലും 2 സെൻറ്റ് ആണെങ്കിലും അതിൽ നമുക്ക് സുഖമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വളപ്രയോഗങ്ങൾ എല്ലാം സാർമാർ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ തന്നെ എല്ലാം നമ്മൾ ഒരാളുടെ പരിചയത്തിൽ കൂടെയാണ് നമ്മൾ വേറൊരു കാര്യം പഠിക്കുന്നത്. പൂർണ്ണമായും കേന്ദ്ര സഹായത്തോടു കൂടി 1961 തുടങ്ങിയ ഈ സ്ഥാപനം 1965 സംസ്ഥാന ഗവൺമെൻറ്റിന് വിട്ടു നൽകുകയായിരുന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നമ്മൾ പ്രധാനമായും സ്മാം സ്കീം വഴിയാണ് സബ്സിഡിയിലൂടെ മെഷീനുകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നത്. അതിനുവേണ്ടി ആണ് നമ്മൾ ഗുണനിലവാര പരിശോധന അല്ലെ ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ യന്ത്രവൽക്കരണം നടക്കുന്നത് സ്മാം എന്ന് പറയുന്ന ഒരു സ്കീമാണ്. ഈ സ്കീമിൽ 50,000 രൂപ വരെയുള്ള മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതും ട്രാക്ടർ ഓപ്പറേറ്റീവായിട്ടുള്ള മെഷീനറികളുടെ കൊമേഴ്ഷ്യൽ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തന്നെ കൊടുക്കാനായിട്ട് നിർദ്ദേശമുണ്ട്. അതുപ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിഞ്ഞ വർഷം ഈ സെൻറ്ററിനെയാണ് അതിൻ്റെ ഓതറൈസ്ഡ് ടെസ്റ്റിംഗ് സെൻ്ററായിട്ട് നമ്മളെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ തരം ഹാൻഡ് ടൂൾസുകളാണ്. റേക്ക്, വീഡേഴ്സ്, റിഡ്ജർ, ഫുഡ് പ്ലക്കർ, അതുപോലെ പ്രൂണർ, അങ്ങനെയുള്ള പല ഐറ്റംസുകളാണ്. റംബൂട്ടാൻ പറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇത്. ഫ്രൂട്ട് പ്ലക്കറിൻ്റെ ബാഗാണ്. പഴവർഗ്ഗങ്ങൾ പറിക്കാൻ കേടുകൂടാതെ നമുക്ക് പറിക്കാവുന്ന തോട്ടികൾ തന്നെ പലതരമുണ്ട്. ഇത് ടെലിസ്കോപ്പിക് തോട്ടിയാണ് ഫ്രൂട്ട് പ്ലക്കർ. ഇതിൽ അറ്റാച്ച്മെൻറ്റ്, മറ്റ് വിവിധ അറ്റാച്ച്മെൻറ്റ് നമുക്ക് വെക്കാൻ പറ്റും. ഇത് ഒരു തൃശ്ശൂരുള്ള ഒരു കർഷകൻ, ജോസ് എന്ന് പറയുന്ന ഒരു കർഷകൻ കണ്ടുപിടിച്ച കുരുമുളക് പറിക്കുന്ന ഒരു മെഷീനാണ്. സിമ്പിളാണ്, ടെക്നിക്കാണ്. ഒരു പൈപ്പ് കഷ്ണത്തിന് അത് 2 ബ്ലേഡ് വെച്ച് ചെയ്യാം. ഒരു സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ചെറിയ വികലാംഗർക്ക് വീട്ടിന് മുറ്റത്തൊക്കെ ഉള്ള ഒരു 12 15 അടി വെയിറ്റ് വരെയുള്ള നല്ല വിഷ്വലി കിട്ടുന്നിടത്ത് നമുക്ക് മരത്തിൽ കയറാതെ തന്നെ തറയിൽ നിന്ന് പറിക്കാൻ പറ്റും. ഇതിനകത്ത് സിമ്പിളാണ്. ഇതിനകത്തേക്ക് കുരുമുളക് തേരുക, ഒന്ന് ജസ്റ്റ് കറക്കുക. ഈ കറക്കുന്ന സമയത്ത് ഈ ബ്ലേഡിൻ്റെ ഇതുകൊണ്ട് കട്ടായി ഇതിനകത്ത് കിടക്കുകയും നമുക്ക് അടിയിലെ കപ്പ് ഊരി ഇത് നിറയെ വെയിറ്റ് ആകുമ്പോൾ നമുക്കിത് ഊരി ഇവിടേക്ക് എടുക്കുകയും ചെയ്യാം.
ഇത് പുള്ളി പേറ്റന്റ് എടുക്കാനും വളരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പ്രൊഫഷണലായിട്ട് മാർക്കറ്റ് ചെയ്തു തുടങ്ങി. ഇതേപോലെ നമ്മൾ അരക്കനട്ട് ക്ലൈംബറും ഇത് കോഴിക്കോടുള്ള ഒരു പ്രകാശ് എന്ന് പറയുന്ന അവർ മാർക്കറ്റ് വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുത്തു, പേറ്റന്റ് എടുത്തു. അവരത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്തു തുടങ്ങി. അങ്ങനെ വിവിധ മെഷീനുകൾ ചെയ്യുന്നുണ്ട്. 50,000 രൂപ വരുന്ന ഇത്തരം മെഷീനറികളുടെ കൊമേഴ്ഷ്യൽ ടെസ്റ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ 50,000 രൂപയ്ക്ക് താഴെ വില വരുന്ന മെഷീനറികളുടെ പെർഫോമൻസ് ടെസ്റ്റ് റിപ്പോർട്ടും നമ്മളിവിടെ നിന്ന് നൽകി വരുന്നുണ്ട്. കൂടാതെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ ലഭ്യമല്ലാത്ത പ്രാദേശികമായി ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള വിവിധ വർക്ക്ഷോപ്പുകൾ വഴി ലഭ്യമാകുന്ന പ്രോസസ്സിംഗ് മെഷീനറികളെല്ലാം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പെർഫോമൻസ് ടെസ്റ്റ് റിപ്പോർട്ട് കൊടുക്കുകയും അത് നമ്മുടെ വിവിധ സ്കീമുകൾ വഴി സബ്സിഡി ഗവൺമെൻറ്റിന് ലഭ്യമാക്കാൻ കൊടുക്കുന്നതിനുള്ള സഹായം ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഈ ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് മാനുഫാക്ചറിങ് കമ്പനികൾ 6,000 രൂപയാണ് ഒരു പ്രോഡക്റ്റിന് നമുക്കിവിടെ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഈ കാണുന്നതാണ് തേയില നുള്ളുന്ന യന്ത്രം. ഇതൊരു ബാറ്ററി ഓപ്പറേറ്റഡ് മെഷീനാണ്. ഇതിൻ്റെ ബാറ്ററി പുറകിൽ തൂക്കി ഇതിൻ്റെ ഭാരം നമ്മൾ പുറകിലാണ് തൂക്കുന്നത്. തൂക്കിയതിന് ശേഷം നമ്മൾ ഈ മെഷീൻ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് കട്ട് ചെയ്ത് മാറും. ഈ മെഷീൻ്റെ വിവിധ തരത്തിലുള്ള മോഡലുകളാണ് ഇതും ബാക്ക് പാക്കാണ്. ഇതിൻ്റെ ബാറ്ററി നമുക്ക് പുറകിൽ തൂക്കിയിടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു മെഷീൻ വന്നിട്ടുള്ളതാണ്. അത് നമുക്ക് ബാറ്ററി പുറകിൽ തൂക്കേണ്ട ആവശ്യമില്ല, ബാറ്ററി ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു മെഷീനാണ്. അങ്ങനെ ഈ 3 മോഡലുകളോടും നമ്മൾ 4 മോഡലുകളോടും നമ്മൾ ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട്. അത് കർഷകർക്ക്, തേയില കർഷകർക്കും അതുപോലെ തന്നെ തേയില തൊഴിലാളികൾക്കും വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇത് ബാറ്ററി പാർട്ടാണ്. ഇത് ഏകദേശം ഒരു 1.5 കിലോ വരെ ഭാരം വരുന്നതാണിത്. ഇത് നമുക്ക് കർഷകരുടെ പുറകിൽ നമുക്ക് തൂക്കിയിടാൻ സാധിക്കും. ഇത് ദിവസം നമുക്ക് ഒരു ദിവസം 24 മണിക്കൂർ ചാർജ് ചെയ്താൽ നമുക്ക് 12 മണിക്കൂർ വരെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഒരു 8 മണിക്കൂർ ഉപയോഗിക്കുന്ന തൊഴിലാളിക്ക് 12 മണിക്കൂർ കൊണ്ട് വളരെ ധാരാളമാണ്. എല്ലാ ദിവസവും അവന് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ പ്രധാന ഭാഗം. ഇത് ബ്ലേഡ് വരുന്നതാണ്. ഇത് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. കട്ട് വെച്ച് അവൻ്റെ കയ്യിൽ, ഇടത് കയ്യിൽ ഒരു ടീ ബാഗ് കാണും. ഇത് 18,000 രൂപ വരെ 24,000 രൂപ വരെ വിലയുണ്ട്. പല മോഡലുകളും പല കമ്പനികളും പല വിലയുണ്ട്. പക്ഷേ നമുക്ക് സംബന്ധിച്ച് നമുക്ക് സബ്സിഡിയാണ്. സ്വാം പദ്ധതി പ്രകാരം കർഷകർക്ക് തേയില പ്ലക്കിംഗ് മെഷീൻ ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് ഒരു ദിവസം ശരാശരി 300 കിലോ വരെ തേയില പ്ലക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് 100% ഞങ്ങൾ ഈ കോഴ്സിൽ തൃപ്തിയുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ കോഴ്സ് കൊണ്ട് 100% നമ്മൾ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു നോളജ് നമുക്ക് ഇവിടുന്ന് ആർജിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഞങ്ങളത് കിട്ടിയ അവസരം മാക്സിമം ഉപയോഗിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ട്രാക്ടറുകൾ, ചെറിയ യന്ത്രങ്ങളായ ചെയിൻസോ, പവർ ടില്ലർ, ഗാർഡൻ ടില്ലർ, ബ്രഷ് കട്ടർ എന്നീ ഉപകരണങ്ങളുടെ പ്രവർത്തനവും അവരുടെ റിപ്പയറും മെയിൻ്റനൻസും എല്ലാം ഈ 3 ദിവസം കൊണ്ട് ഈ കർഷകർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും അതിൽ കൂടുതൽ താല്പര്യമുള്ളവർ വീണ്ടും നമ്മുടെ വർക്ക്ഷോപ്പിനെ സമീപിച്ച് അവർക്ക് വേണ്ട പരിശീലനം നേടുകയും ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞ് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ സർവീസ് സെൻറ്റർ തുടങ്ങാനോ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതലായിട്ട് ആവശ്യപ്പെട്ടാൽ ഇവിടെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള 2023-24 സാമ്പത്തിക വർഷത്തിലെ HRD സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങാണ്, മെക്കനൈസേഷനും ബന്ധപ്പെട്ട ട്രെയിനിങ്ങാണ് RTDC നടന്നു വരുന്നത്. ഇത് ഈ വർഷത്തെ 8ാമത്തെ ബാച്ചാണ്. ഏകദേശം 3 ദിവസത്തെ ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾ കർഷകർക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തെങ്ങ് കയറുന്ന മെഷീൻ മുതൽ, കോക്കനട്ട് ക്ലൈംബർ മുതൽ, ബ്രഷ് കട്ടർ, ചെയിൻസോ, പവർ ടില്ലർ, ട്രാൻസ്പ്ലാന്റർ, ട്രാക്ടർ, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്ത് സ്വന്തമായി ഓടിക്കാനുള്ളൊരു
ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ അഗ്രികൾച്ചർ ഈ മെഷീനറീസ് ഒന്നും യൂസ് ചെയ്യാതെ ഒന്നും അറിയാൻ പറ്റാത്ത കുട്ടികളാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഉള്ളത്. അപ്പോൾ അത് എങ്ങനെ നമുക്കിത് യൂസ് ചെയ്ത് 3 ദിവസം കൊണ്ട് നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ അതൊക്കെ പഠിച്ചെടുക്കാം എന്നുള്ള രീതിക്ക് ഒരു ക്ലാസ് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെയാണ് ഇവിടത്തേക്ക് വന്നു 3 ദിവസത്തേക്ക് ഈ ട്രാക്ടർ ആവട്ടെ ഈ മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്തപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റി. ബ്രഷ് കട്ടർ ഇത് 2 തരത്തിൽ എഞ്ചിന് 4 സ്റ്റോക്ക് എഞ്ചിന് 2 സ്റ്റോക്ക് എഞ്ചിനും ഉണ്ട്. 4 സ്റ്റോക്ക് എഞ്ചിന് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോൾ മാത്രമാണ് അതിൻ്റെ ഇന്ധനം. 2 സ്റ്റോക്ക് ആണെങ്കിൽ പെട്രോളും ഇവിടെ ഓയിലും കൂടെ മിക്സ് ചെയ്താണ്. 1 ലിറ്റർ പെട്രോളിൽ 20 മില്ലി ട്യൂറ്റി ഓയിൽ മിക്സ് ചെയ്താണ് അത് പ്രവർത്തിക്കുന്നത്. ഇത് മാറ്റിയിട്ട് ഇവിടെ ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറ്റിക്കാടുകൾ നമ്മൾ 1 ഇഞ്ച് മുതൽ താഴേക്കുള്ള കുറ്റിക്കാടുകളൊക്കെ വെട്ടിത്തെളിക്കുവാനും പിന്നെ കൂടാതെ കൊണ്ട് നമ്മളിവിടെ അറ്റാച്ച്മെൻറ്റ്സ് ഡിസ്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെല്ല് കൊയ്ത് മാറ്റാനും പറ്റും. ഇനി വരുന്ന ജനറേഷൻ എന്തായാലും അഗ്രികൾച്ചർ എന്തായാലും പഠിക്കണം. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഓരോ കോഴ്സുകൾ നമുക്ക് ഗവൺമെൻറ്റായിട്ട് നമുക്ക് തരുന്നുണ്ട്. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സജഷൻ. ഈ ട്രെയിനിങ്ങിൻ്റെ പരിമിതമായ ദിവസങ്ങൾ കൊണ്ട് എന്നെ സംബന്ധിച്ചാണ് ഞാൻ ഈ മേഖലകളൊക്കെ വർക്ക് ചെയ്തെങ്കിൽ എനിക്കൊരു വാഹനം ഓടിക്കാൻ അറിയില്ല. ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഞാൻ ഈ വാഹനവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ട്രയൽ ചെയ്യാനൊരു അവസരം ഉണ്ടായി. ടില്ലർ, ട്രാക്ടർ, ഗാർഡൻ ടില്ലർ, പവർ ടില്ലർ, പിന്നെ ഇപ്പം ചെയിൻസോ പഠിച്ചു. ചെയിൻസോയിൽ നമ്മൾ കട്ട് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ അതൊക്കെ സ്ത്രീകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഒരിക്കലും പുറമേ നിന്ന് നോക്കി കാണുമ്പോൾ അതൊരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അതും ഒരു വരുമാന മാർഗമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് മേഖല ഇപ്പോൾ ആണാണോ പെണ്ണാണോ എന്നൊന്നുമില്ല. പെണ്ണുങ്ങൾക്കും ചെയ്യാമെന്നുള്ള വനിതകൾക്കും ചെയ്യാമെന്നുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ 3 ദിവസം ഇവിടെ രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സാണ്. നല്ല മനസ്സിലാകത്തക്ക രീതിയിൽ എല്ലാ സാറന്മാരും നല്ല സമയം ഉപയോഗിച്ച് കളയാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവർക്ക് സ്വന്തമായി മെഷീനുകൾ വാങ്ങാൻ നമ്മുടെ കൃഷി വകുപ്പ് സ്മാം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടെ കൂട്ടിയോജിപ്പിച്ച ഒരു പദ്ധതിയുണ്ട്. അതിൽ ഇൻഡിവിജ്വലായ ഒരു പേഴ്സണാണെങ്കിൽ 50%, ഗ്രൂപ്പുകളാണെങ്കിൽ ഒരു സൊസൈറ്റി പോലെ 8 പേര് കൂടുക, മിനിമം 8 പേര് കൂടിയ ഒരു സൊസൈറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു 80% സബ്സിഡിയും കൊടുക്കാൻ പറ്റും. അത് 10 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഒക്കെ വെക്കേണ്ടി വരും. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഒരു വർഷം ഒരാൾക്ക് 2 പ്രോഡക്റ്റുകൾ കിട്ടും. ഒരു ബ്രഷ് കട്ടറും ഒരു ക്ലൈംബർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതിനാവശ്യമായിട്ട് ആധാർ കാർഡ്, ഫോട്ടോ, ടാക്സ് കരമടച്ച റെസിപ്റ്റ്, പാസ്, സ്വന്തമായുള്ളൊരു അക്കൗണ്ട്, ID പ്രൂഫ്, ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ agrimissionary.nic.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി നമുക്ക് സ്വന്തമായി രജിസ്റ്റർ ചെയ്യാം. സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഓൺലൈനായിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് അഗ്രികൾച്ചർ എൻജിനീയറിങ്ങിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കുള്ള ഇൻപ്ലാന്റ് ട്രെയിനിങ്, BSc അഗ്രികൾച്ചർ കുട്ടികൾക്കുള്ള ട്രെയിനിങ്, പിന്നെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ നടത്തുന്ന ദേശീയ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസികൾ, ഫെർട്ടിലൈസർ ഏജൻസിമാരുടെ 1 ദിവസത്തെ മെക്കനൈസേഷൻ ട്രെയിനിങ്ങുകൾ, KVK നടത്തുന്ന വിവിധതരം ട്രെയിനിങ്ങുകളിൽ യന്ത്രവൽക്കരണ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള 1 ദിവസത്തെ ക്ലാസ്സുകൾ, RITTC നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളിലെ യന്ത്രവൽക്കരണ ഭാഗങ്ങൾ, ഇവയൊക്കെയാണ് ഇന്ന് ട്രെയിനിങ് പ്രോഗ്രാമായി ഈ സ്ഥാപനം നടത്തി വരുന്നത്. അവസരങ്ങൾ നമ്മൾ കണ്ടെത്തി ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വരിക. കാരണം നമ്മൾ കണ്ടെത്തണം. നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. നമ്മൾ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാം, ഒന്നും ആയിത്തീരത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കണ്ടെത്തണം. നമുക്ക് പറ്റും. പണ്ടുള്ളവരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വയലിൽ കിടന്ന് വെയിലൊക്കെ കൊണ്ട് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ മടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും, മടിച്ചിരിക്കുന്ന എല്ലാവരും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വരിക, അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പഠിക്കുക.
15 കാറ്റഗറിയിൽ തന്നെ ഇവിടെ ട്രെയിനിങ് കൊടുക്കാൻ പ്രാപ്തരായ ആൾക്കാർ, വിദഗ്ധരായ ആൾക്കാരുണ്ട്. വളരെ സിൻസിയറായിട്ടും കമ്മിറ്റ്മെൻ്റായിട്ടും നടത്തുന്ന ട്രെയിനിങ്ങുകളാണത്. അവരും നിങ്ങളോടൊപ്പം ഇവിടെ താമസിക്കുകയാണ്. കാർഷിക യന്ത്രവൽക്കരണത്തിന് മാത്രമായിട്ടുള്ള ഒരേ ഒരു സെൻ്ററാണ് ഇത്. കർഷകർക്ക്, വിദ്യാർത്ഥികൾക്ക്, കൃഷിയിൽ താല്പര്യമുള്ള IT ജീവനക്കാർക്ക് എല്ലാവർക്കും വന്ന് കാണുന്നതിനും അതിൽ പരിശീലനം ആവശ്യമാണെങ്കിൽ പരിശീലനം നൽകുന്നതിനും ഈ സെൻറ്റർ തയ്യാറാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറുക, അല്ലെങ്കിൽ ഞങ്ങളുടെ മെയിലിൽ തരുക. rttctvpm@gmail.com എന്ന് പറയുന്ന മെയിലിൽ കയറി നിങ്ങൾ റിക്വസ്റ്റ് തന്നാൽ മതിയാവും. ഏത് സമയത്താണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്ക് റിപ്പയർ എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ഒരു വീഡിയോ കോൾ വഴി അത് നിങ്ങൾക്ക് പരിഹരിച്ച് തരാനാണെങ്കിലും ഞങ്ങളുടെ ടെക്നീഷ്യൻസുമാരെല്ലാം തന്നെ തയ്യാറാണ്. നമ്മളുടെ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഭാവി, ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാർഷിക മ്യൂസിയം നമുക്ക് ഈ ട്രെയിനിങ് സെൻറ്ററിനോടൊപ്പം ഇവിടെ സെറ്റപ്പ് ചെയ്യണമെന്നുള്ളതാണ് ഒരു വലിയ ഡ്രീമാണ്. ഈ 3 ദിവസത്തെ ട്രെയിനിങ് വിജയകരമായി ഇവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്ത ബാച്ചുകളും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡേറ്റ് നമുക്ക് മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. കൂട്ടായിട്ടുള്ള ഗ്രൂപ്പുകൾ, അതേപോലെ മറ്റ് സ്ഥാപനങ്ങൾ, NGOs അങ്ങനെയുള്ളവർക്കൊക്കെ വരാം.